ഹലോ, ഇന്ന് വരുന്നത് ഈ ഒരു നെബുലൈസറിൻ്റെയാണ്. ഇത് കുറേ നാളായിട്ട് അനങ്ങാതിരിക്കുന്ന ഒരു നെബുലൈസറാണ്. ഇതിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞ നെബുലൈസർ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു. ഇതെന്ന് പറഞ്ഞാൽ മേടിച്ചപ്പോൾ അത്യാവശ്യം പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മളിത് ഉപയോഗിക്കുന്നില്ല, പനിയും ചുമയൊക്കെ വരുമ്പോഴല്ലേ കുട്ടികൾക്ക് ഉപയോഗിക്കും. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് തന്നെ പിടിക്കണം. ഇവിടെ ഒരു രണ്ട് മാസ്ക് വരുന്നുണ്ട്. ആ മാസ്ക് ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനത്തെ നേരെ തന്നെ പിടിച്ചിട്ടിരിക്കണം. ഇങ്ങനെ ചരിയോ ചെയ്താൽ അപ്പോൾ ഇതിനുള്ളിൽ മരുന്ന് ഫുള്ള് പോകും. ഇത് ജസ്റ്റ് ഇതിൽ നിന്ന് എയർ സർക്കുലേഷൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് നോബൊക്കെ ഉണ്ട്. പക്ഷേ അത് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി. നല്ല പ്ലാസ്റ്റിക് ഒന്നുമല്ല, ജസ്റ്റ് കട്ടിക്കൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ അത് അപ്പോൾ പൊട്ടിപ്പോവും. പിള്ളേരുടെ കൈ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ ഇത് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത്, ഇതൊക്കെ ജസ്റ്റ് വെറും പ്ലാസ്റ്റിക്കാണ്. ഇതിനകത്തും ഉണ്ടൊരു പ്ലാസ്റ്റിക്. ഇതൊരു സുന്ത്രാണ്ടമാണ്. ഇത് എനിക്കൊന്ന് അത് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ട്യൂബിൽ കൂടെയാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മോട്ടർ. ഇതിൻ്റെ സൈഡിലൊരു സ്വിച്ച് ഉണ്ട്, ഓണും ഓഫെന്നും പറഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരെണ്ണം ഇളകി പോയിട്ട് ഞാൻ പിന്നെ പശ വെച്ചൊക്കെ ഒട്ടിച്ച് വൃത്തിയായിട്ട് വെച്ചിരുന്ന് പിന്നെ ഉപയോഗിക്കാൻ നോക്കി. അങ്ങനെയൊക്കെയാണ് ശരിക്കും ഉപയോഗിച്ചത്. ഇത് മേടിച്ചപ്പം റിട്ടേൺ ചെയ്യുന്ന ഡേറ്റ് വരെ എനിക്ക് നല്ല ഉപയോഗമായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കൂടെ ഉപയോഗിച്ചു നല്ലപോലെ. പിന്നെ ഇതങ്ങ് കേടായേ. ഇതിനൊരു 1000 ചില്ലുവാനും രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. ഇപ്പോൾ എത്ര അതിൻ്റെ വില ഉള്ളത് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ പാക്കേജിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് വലുതായിട്ടൊക്കെ വരുന്നുണ്ട്. നമുക്കിപ്പോൾ പാക്കേജിങ് വലുതായിട്ട് നല്ല ഭംഗിയുള്ള പാക്കേജിങ് ആയിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. നമുക്ക് സാധനം നന്നായിരിക്കും. നമ്മൾ കാശെടുത്ത് മേടിക്കുന്ന സാധനമല്ലേ. പിന്നെ ഇതിനകത്ത് അവർ പറഞ്ഞേക്കുന്ന സ്പെസിഫിക്കേഷൻ ഇങ്ങനെ പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്, ഇതാണെന്നൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വില എന്ന് പറഞ്ഞ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള 3000 രൂപയാണ്. അത്രയൊന്നുമില്ല, അതിൻ്റെ പകുതിക്കാണ് ഓൺലൈനിൽ വിൽക്കുന്നത്. പക്ഷേ ഓൺലൈനിൽ അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ടാണ് ഞാൻ എടുത്തത്. എന്നാലും എനിക്ക് ഇത് നന്നായിട്ട് തോന്നില്ല. ഇതുപോലെ 2 മാസ്ക്, ഒന്ന് കുഞ്ഞുങ്ങൾക്കും ഒന്ന് വലിയവർക്കുള്ള 2 മാസ്ക്. അതിൻ്റെ അകത്ത് ഒരു വള്ളിക്കെട്ടുണ്ട്. പക്ഷേ വള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മാസ്ക് വെക്കുന്ന പോലെ ഒന്നുമല്ല വള്ളി വന്നത്. ഞാൻ പിന്നെ വള്ളിയൊക്കെ അഴിച്ച് കളഞ്ഞതിൻ്റെ. ഇതെന്ന് പറഞ്ഞാൽ മരുന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് നേരെ തന്നെ പിടിക്കണം. നേരെ തന്നെ പിടിച്ചില്ലെങ്കിൽ ഇത് ചരിഞ്ഞു മക്കൾക്കൊക്കെ പ്രശ്നമാണ്. പിന്നെ അതുമാത്രമല്ല, ഇതിൽ നിന്ന് മരുന്നിൻ്റെ ആവി വരുന്നത് വളരെ കുറവാണ് കേട്ടോ. വളരെ കുറവെന്ന് പറഞ്ഞാൽ നേർത്തൊരു നൂല് പോലാണ് ഈ ആവി വരുന്നത്. സാധാരണ നല്ല കുമാന്ന് ആവി വരണ്ടേ. കുഞ്ഞു മക്കളൊക്കെ 1 മിനിറ്റിൽ കൂടുതലൊന്നും പിടിക്കത്തില്ല. അപ്പോൾ മാക്സിമം അവരുടെ വായിക്കകത്തൂടെ മൂക്കിനകത്തൂടെ ആ മരുന്ന് ലങ്സിലൂടെ ചെന്നാലേ നമുക്ക് ആ കഫക്കെട്ട് മാറിക്കിട്ടും. അപ്പോൾ ആ മരുന്നും വാട്ടറോടെ മിക്സ് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ പകുതി മരുന്നും വെറുതെ വേസ്റ്റ് ആയി പോകണം. പിന്നെ പിള്ളേർ പിടിക്കത്തില്ല. അതല്ല, അവരത് ചരിക്കുക, അങ്ങോട്ട് മറിക്കുക, ഇങ്ങോട്ട് മറിക്കുക. അല്ല, പിന്നെ നമ്മളൊരു അരമണിക്കൂറോളം പിടിക്കണം. അരമണിക്കൂറോളം പിടിച്ചാൽ ഈ മരുന്ന് തീരില്ലെന്നേ. അത്രയ്ക്ക് ആവിയൊന്നും വരുന്നില്ല. അതുകൊണ്ട് ഇത് വളരെ എനിക്കൊരു മോശപ്പെട്ട സാധനമായിട്ട് തോന്നിയത്. എത്രയ്ക്ക് റിവ്യൂ പറയാനൊന്നുമില്ല. എന്നാൽ നമ്മൾ ഹോസ്പിറ്റലും ക്ലിനിക്കിലൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ ആവി വരുന്ന സാധനമില്ലേ, അതുപോലത്തെ കുറച്ചുകൂടെയൊക്കെ പൈസ ഇട്ടിരുന്നെങ്കിൽ നല്ലപോലത്തെ സാധനങ്ങൾ കിട്ടിയേനെ. ഇതിപ്പോൾ എന്തായാലും ഇവിടെ യൂസ് ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുകയാണ്. ഇത് കേടായിപ്പോയത് തന്നെ. മോട്ടർ ജസ്റ്റ് ഒന്ന് 2 അടിയൊക്കെ അടിച്ചു കഴിഞ്ഞ് ഇത് വർക്ക് ചെയ്യും. എന്നാലും ഇത് എനിക്ക് വലിയൊരു നഷ്ടമായിപ്പോയി.